മോഡലിൽ പ്ലാനറ്റ് മോഡൽ എന്ന് പറയുമ്പോഴേക്കും അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമാണ് ഈ പ്ലാനറ്റ്സ് കിടന്ന് സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്ത് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ ആണ്, ആ ഫോഴ്സാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പാത്തിൽ കറങ്ങുന്ന ഒരാളുടെ പ്രത്യേകത എന്താ, ഓരോ സെക്കൻഡും ഇവൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. നമുക്കറിയാം ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനെയുള്ള കേസൊക്കെ പിടിച്ച് ഓർമ്മയുണ്ടോ? അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയൊക്കെ പ്രത്യേകത ഇവരെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആയിരുന്നു അല്ലേ. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ ഇവരുടെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഡയറക്ഷൻ മാറുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ, അതായത് ഈ ഇലക്ട്രോണിൻ്റെ നിങ്ങളിപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു 5 മീറ്റർ/സെക്കൻഡ് എന്നൊരു സ്പീഡിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങണമെന്ന് വിചാരിക്കുക. പക്ഷെ അങ്ങനെ കിടന്ന് കറങ്ങിയാലും നമ്മുടെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല. കാരണം എന്താണ്, നമ്മളുടെ ഡയറക്ഷൻ ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, ശരിയാണ്, മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, നിങ്ങൾ 5 മീറ്റർ/സെക്കൻഡിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ഇൻസ്റ്റൻറ്റിലും സർക്കുലർ പാത്ത് ആണെങ്കിൽ അത് ഓരോ ഇൻസ്റ്റൻറ്റിലും നമ്മുടെ ഡയറക്ഷൻ മാറും അല്ലേ. ഡയറക്ഷൻ മാറുമെന്ന് പറഞ്ഞാൽ അവിടെ വെലോസിറ്റി മാറി എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ചാർജ്ഡ് പാർട്ടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചാർജ്ഡ് പാർട്ടികൾ ഒരു ആക്സിലറേറ്റഡ് മോഷനിൽ വന്നു കഴിഞ്ഞാൽ അവർ എനർജി റേഡിയേറ്റ് ചെയ്യും, പുറത്തേക്ക് എന്തിനു വിടും, എനർജീനെ വിടും. അപ്പോൾ നമ്മൾ പഠിച്ച ഓർമ്മ വേണം, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഇലക്ട്രോണിൻ്റെ അല്ല ഹൈഡ്രജൻ്റെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞില്ലേ, ഹൈഡ്രജൻ്റെ ഫസ്റ്റ് ഓർബിറ്റിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എനർജി പറഞ്ഞില്ലേ, 13.6 ഇലക്ട്രോൺ വോൾട്ട് എനർജി പറഞ്ഞല്ലോ. അപ്പോൾ ഇത്രയും എനർജിയിലാണ് ഇവൻ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ എനർജി പുറത്തേക്ക് പോകുക എന്ന് പറയുമ്പോഴേക്കും എനർജി ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ എനർജി കുറയുന്നതിനനുസരിച്ച് റേഡിയസും കുറയും, എനർജി കുറയുന്നതിനനുസരിച്ച് ഇവിടുത്തെ റേഡിയസും കുറഞ്ഞു വരും. അതായത് ഈ നമ്മുടെ റൂദർഫോർഡ് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഒരു സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങിക്കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യുവാണല്ലോ. ആക്സിലറേറ്റിൻ്റെ കൂടെ തന്നെ ഇവൻ പുറത്തേക്ക് ഇങ്ങനെ എനർജീനെ വിടും. അപ്പോൾ എനർജീനെ വിട്ട് വരുമ്പോഴേക്ക് ഈ റേഡിയസ് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഈ ഇലക്ട്രോൺ എവിടെ വന്ന് ഇടിക്കും, ന്യൂക്ലിയസ് വന്ന് ഇടിക്കും. അങ്ങനെ ആ ന്യൂക്ലിയസ് വന്ന് ഇടിച്ചാൽ ആ ന്യൂക്ലിയസ് ഇല്ലാണ്ടാകും, ആറ്റം ഇല്ലാണ്ടാവുകയും അവിടെ ആറ്റത്തിന് സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവുകയും ചെയ്യും. മനസ്സിലായി? അതായത് ഇവിടെ ബോർ പറയുന്നത് വെച്ചിട്ട് ഏകദേശം ഒരു 10⁻⁻8 സെക്കൻഡിൽ, അത് ഭയങ്കര മൈന്യൂട്ട് സെക്കൻഡിൽ തന്നെ ഈ ഒരു സംഭവങ്ങളെല്ലാം സംഭവിക്കും. ഈ ഇലക്ട്രോൺ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോൺ സ്പൈറൽ ചെയ്ത് വന്ന് എവിടെ വന്നിരിക്കും, നമ്മുടെ ന്യൂക്ലിയസ് വന്നിരിക്കും. അങ്ങനെ ഇടിച്ചതിന് ശേഷം സംഭവിക്കും, ആറ്റം തന്നെ ഇല്ലാണ്ടായിപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആറ്റത്തിന് സ്റ്റെബിലിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരിക്കലും ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറങ്ങത്തില്ല, കോൺസ്റ്റൻ്റ് എനർജിയിൽ കറങ്ങില്ല. അങ്ങനെ കോൺസ്റ്റൻ്റ് എനർജിയിൽ കറങ്ങാതെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഇവൻ ആക്സിലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അതിനനുസരിച്ച് റേഡിയസ് കുറഞ്ഞു വന്ന് സ്പൈറൽ ചെയ്ത് എവിടെ വന്ന് ഇടിക്കും, ന്യൂക്ലിയസിൽ വന്ന് ഈ ഇലക്ട്രോൺ ഇടിക്കുകയും ആറ്റത്തിൻ്റെ എന്തില്ലാതായും സ്റ്റെബിലിറ്റി ഇല്ലാതാകുകയും ചെയ്യും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് റൂദർഫോർഡ് പറഞ്ഞ മോഡലിലെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ അതോടെ തീരുമാനമായി അല്ലേ. റൂദർഫോർഡ് പറഞ്ഞ ഒരു കാര്യം ഓക്കെയാണ്, എന്ത്, ന്യൂക്ലിയസ് ഓക്കെയാണ്, ന്യൂക്ലിയസിൻ്റെ കാര്യം ഓക്കെയാണ്, ആറ്റത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളും എംപ്റ്റി ആണെന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു കാര്യം തെറ്റിപ്പോയി. എന്താണ്, ഈ പ്ലാനറ്ററി മോഷനായിട്ട് നമ്മുടെ സോളാർ സിസ്റ്റമായിട്ട് ആറ്റത്തിനെ കമ്പയർ ചെയ്തു നമ്മുടെ റൂദർഫോർഡ്. അത് തെറ്റിപ്പോയി. കാരണം എന്താണ്, ഒരു കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു ഇലക്ട്രോൺ പോലുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കറങ്ങിയാൽ അവരെന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയിട്ട് എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ എനർജി പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയസ് കുറയുകയും അവൻ സ്പൈറൽ ചെയ്ത് എവിടെ വന്ന് വീഴും, ന്യൂക്ലിയസിൽ വന്ന് വീണ് ആറ്റം പൊട്ടിത്തെറിക്കുകയും ചെയ്യും. ഭയങ്കര പൊട്ടിത്തെറിക്കലല്ല, ആറ്റം എന്തായിപ്പോവും, ആറ്റം അൺസ്റ്റേബിൾ ആയിപ്പോവും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് സ്റ്റെബിലിറ്റി ഇല്ല. അതാണ് ഇവിടെ ഈ ഒരു സെൻസറൊക്കെ പറയുന്നത്, ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയും ആൻഡ് ആക്സിലറേറ്റിംഗ് ചാർജ് പാർട്ടിക്കിൾ. ഇത് ശ്രദ്ധിച്ചോണം, കണ്ടല്ലോ, ദി ആക്സിലറേറ്റിംഗ് ചാർജ്ഡ് പാർട്ടിക്കിൾ എമിറ്റ്സ് റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ രൂപത്തിൽ എന്ത് എനർജി റേഡിയേറ്റ് ചെയ്യും. അങ്ങനെ ദ എനർജി ഓഫ് ആൻ ആക്സിലറേറ്റിംഗ് ഇലക്ട്രോൺ ഷുഡ് ബി ദെർഫോർ കണ്ടിന്യൂസ്ലി ഡിക്രീസ്. അതങ്ങനെ വരുമ്പോഴേക്കും അത് സ്പൈറൽ ചെയ്ത് എവിടെ വീഴുമെന്നാണ് പറയുന്നത്, ന്യൂക്ലിയസിലേക്ക് വീഴും. അങ്ങനെ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി ഇല്ലാണ്ടായിപ്പോകും. അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് എന്ത് റിജക്റ്റ് ചെയ്യപ്പെട്ടു, റൂദർഫോർഡ് മോഡലും റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. മനസ്സിലായി? അപ്പോൾ ആദ്യം വന്നത് തോംസൺ മോഡലായിരുന്നു. തോംസൺ മോഡൽ സത്യം പറഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു മോഡലാക്കി ജസ്റ്റ് ഒരു ഭാവനയെന്ന് പറഞ്ഞു എന്ന് മാത്രം, അല്ലാതെ അവിടെ എന്ത് നടത്തില്ല, ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്താതെ പറഞ്ഞതാണ്. അപ്പോൾ പക്ഷേ അവിടുന്ന് എന്തിലേക്ക് എത്തി, ഹലോ